ഒരു പൊതിച്ചോറ് ഡേറ്റ് പോയാലോ? കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ ഡേറ്റിംഗ് അല്ലേ ട്രെൻഡ്. അപ്പോൾ പിന്നെ ഞങ്ങളും ഒരു ഡേറ്റിംഗ് അങ്ങ് പോകാമെന്ന് വെച്ചു. പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായിരുന്നു. ഒരു വെറൈറ്റിക്ക് ഇലയിൽ പപ്പ അമ്മ ഉണ്ടാക്കി വെച്ച ചോറും കറികളൊക്കെ പൊതിഞ്ഞെടുത്ത് ഒനിമോൻ്റെ ഫുഡും പാക്ക് ചെയ്ത് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് നേരെ വിട്ടു നമ്മുടെ തൃശ്ശൂർക്ക്. അവിടെ എത്തിയപ്പോൾ തന്നെ 2 മണിയായി. പിന്നെ അവിടേക്ക് ഒന്ന് ചുറ്റിപ്പറ്റി നടന്ന് നേരെ നമ്മുടെ ടൗണിൻ്റെ ഒത്ത നടുക്കിരുന്ന് ഞങ്ങൾ ആ പൊതിച്ചോറ് ഒരു പിടി പിടിച്ചു. നല്ല വിശപ്പുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, ഉള്ളത് പറയാലോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അതൊരു സ്പെഷ്യൽ അനുഭവം തന്നെയായിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ മ്യൂസിയം കാണാൻ പോയി. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ചിലരെങ്കിലും ഞങ്ങൾ ആശ്ചര്യത്തോടു കൂടി നോക്കുന്നു കണ്ടു. സാധാരണ ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണല്ലോ ഇങ്ങനെ പാർക്കിലും സൂലും മ്യൂസിയത്തിലും ഒക്കെ ചുറ്റിപ്പറ്റി നടക്കാം. അല്ല, കാര്യം ഞങ്ങളെ കണ്ട അങ്ങനെയൊക്കെ തന്നെ തോന്നുള്ളൂ. എന്നാലും ഇതിപ്പോൾ ഒരു കൊച്ചുണ്ടല്ലോ കയ്യിലെന്നായിരിക്കും ചിന്തിക്കണത്. പിന്നെ കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നടന്ന് ഒരു റീൽസൊക്കെ പിടിച്ച് കുറച്ച് കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് കുഞ്ഞ് തല്ലൊക്കെ പിടിച്ച് സമയം പോയത് അറിഞ്ഞേയില്ല. അല്ല, നിങ്ങളിങ്ങനെ യാത്ര പോകുമ്പോൾ തല്ല് കൂടാറുണ്ടോ? മുൻപ് ഒരുപാട് വട്ടം ഇവിടം കണ്ടിട്ടുണ്ടെങ്കിലും ഈ വിസിറ്റ് എന്തോ സ്പെഷ്യലായിട്ട് തോന്നി. ഇടയ്ക്കിടയ്ക്ക് കിട്ടിയ ചെറിയ മഴയും വെയിലും പിന്നെ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള ഈ ഗാർഡൻ, വിലക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞ ആ പറമ്പിലുള്ള ആ ഇരിപ്പും എന്തോ ശരിക്കും റിഫ്രഷ്ഡ് ആയ പോലെ തോന്നി. ഈ മാരിഡ് ലൈഫിൽ ഇടയ്ക്ക് ഇതുപോലുള്ള ഒരു വട്ടുകളൊക്കെ നല്ലതാ. പരസ്പരം മനസ്സിലാക്കാനും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയൊക്കെ കിട്ടാനും. അതിനിടയിൽ ഒനിമോൻ്റെ വക വ്ളോഗ് പിടുത്തൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ മത്ത കുത്തിയ സ്ട്രോബെറി മുളക്കില്ലല്ലോ. ഇങ്ങനെ ഒരു ഡേറ്റ് പോകുമ്പോൾ നിങ്ങൾ ആരെയും കൂടെ കൂട്ടാ? ആ വ്യക്തിക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറ, ബാ പോവാം.